പുതിയങ്ങാടി മാട്ടൂൽ ഭാഗത്തെ അനധികൃത മണൽക്കടത്ത് തടയാൻ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് ജസീറ വീണ്ടും പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തി. മണൽക്കടത്ത് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കാമെന്ന പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് ജസീറ സമരം നിർത്തുകയായിരുന്നു. പുതിയങ്ങാടി നീരൊഴുക്കുംചാലിൽ അനധികൃത മണലെടുപ്പ് തടയാൻ പോലീസ് സ്ഥാപിച്ച എയ്ഡ് പോസ്റ്റ് ഫലപ്രദമല്ലെന്നും മണലെടുപ്പ് തകൃതിയായി നടക്കുന്നുണ്ടെന്നും ആരോപിച്ചാണ് ജസീറ വീണ്ടും സമരത്തിനിറങ്ങിയത്. മണലെടുപ്പ് തടയാൻ കർശന നടപടി സ്വീകരിക്കും എന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഉറപ്പ് പാലിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. മണൽ മാഫിയയെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജസീറ ആരോപിച്ചു. മണൽ കടത്ത് നടത്തുന്ന വാഹനങ്ങൾ ദിവസേന പോലീസ് പിടികൂടുന്നുണ്ടെങ്കിലും വാഹനം ഓടിക്കുന്നവരെ പിടിക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും ജസീറ ചോദിക്കുന്നു. നീരൊഴുക്കുംചാൽ കടപ്പുറത്ത് നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെ മണൽ കടത്തുന്നുണ്ടെന്നും മണൽ കടത്ത് തടഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ജസീറ പറഞ്ഞു. ഭയങ്കര ദുരിതമാണ്. മണലെടുത്ത് പട്ടാ പകല് പോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ 25ഓളം പ്രായമായ സ്ത്രീകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ സ്ത്രീകൾ, അതും അവർക്ക് പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ വറക്കുന്ന സ്ത്രീകളാ. അവർക്ക് പോലീസ് ഒത്താശ ഇല്ലാണ്ട് ഇത് മണലെടുക്കില്ല. ഒത്താശയോട് കൂടി തന്നെയാണ്, അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം പോലീസ് മുഖ്യമന്ത്രിക്ക് ഭരണാധികാരികൾക്ക് ഇവിടെ വന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല. അവർക്ക് ഓർഡർ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ നിയമം നടപ്പിലാക്കേണ്ട ഇങ്ങനെ ക്രൂരമായി ഒറ്റക്കെട്ടായി ഒറ്റക്കൊടുത്ത് നമ്മൾ എന്താണ് ചെയ്യുക? ഇപ്പൊ ഇത് ജൂൺ മാസം മഴ പെയ്ത് എല്ലാ വെള്ളവും വീട്ടിലേക്ക് അടിച്ചു കയറും. അതിനു മുമ്പ് പരമാവധി അവർ മണ്ണെടുക്കാൻ നോക്കും, ഇവർ കൂട്ടു നിൽക്കും. പോലീസിന്റെ കൂട്ടുകെട്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. ഒരു മുഖ്യമന്ത്രി വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല. മണൽക്കടത്ത് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെ ഉച്ചയോടെ ജസീറ സമരം പിൻവലിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.